ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു നമ്മുടെ പുതിയ വീഡിയോ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വൺ പീസ് എന്ന് പറയുന്ന ഒരു ആനിമയെ കുറിച്ചാണ്. ഈ വൺ പീസ് എന്ന് പറയുന്ന ആനിമ ഉണ്ടല്ലോ, ഇത് നടക്കുന്ന ഒരു പൈററ്റ് വേൾഡിലാണ്. ഇതിൽ മെയിൻ ക്യാരക്ടർ ആരാ? ലൂഫി എന്ന് പറഞ്ഞ മെയിൻ ക്യാരക്ടർ, അതായത് മോങ്കി ഡി ലൂഫി എന്നാണ് അവൻ അറിയപ്പെടുന്നത്. അവൻ്റെ ആഗ്രഹം പൈററ്റ് കിങ് ആവണമെന്നാണ്. അവൻ ഈ പൈററ്റ് കിങ് ആവാൻ വേണ്ടിയിട്ട് അവൻ കുഞ്ഞിലേ മുതൽ കഷ്ടപ്പെട്ട് അവൻ ഒരു ലെവലിലെത്തും. ആ ലെവലിലെത്തണ വരെയുള്ള കഥയാണിത്. അവൻ പൈററ്റ് കിങ് ആവോ, അത് വൺ പീസ് കണ്ടുപിടിക്കോ. വൺ പീസ് എന്ന് പറഞ്ഞ ഒരു നിധിയാണ്. അതായത് ഇത് പണ്ട് ഗോൾഡ് ഡി റോജർ നേടിയെടുത്ത കുറേ ഗോൾഡ് ഡി റോജർ എന്ന് പറഞ്ഞൊരു പൈററ്റ് കിങ് ആണ്. ഇയാൾ പണ്ട് കാലത്ത് ഫസ്റ്റ് വേൾഡ് ഫുള്ള് ട്രാവൽ ചെയ്ത് നിധിയൊക്കെ ശേഖരിച്ച് ഒരു പൈററ്റ് കിങ് ആണ്. ഇയാളെ കൊന്നു, പക്ഷെ ഇയാൾ ഇതൊക്കെ ഒളിപ്പിച്ചിട്ടുണ്ട് സ്ഥലത്ത്. അപ്പോൾ ഇതാണ് വൺ പീസ് എന്ന് പറയുന്നത്. ഇത് കണ്ടുപിടിക്കലാണ് അത് കണ്ടുപിടിക്കുന്നവനാണ് അടുത്ത പൈററ്റ് കിങ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ലൂഫിയുടെ ആഗ്രഹം. അപ്പോൾ മോങ്കി ഡി ലൂഫി എന്നാണ് അവൻ്റെ പേര്. അവൻ ചെക്കൻ പൊളിയാ. അപ്പോൾ ഇതിൽ ലൂഫിക്ക് ഒരു ക്രൂ ഒക്കെ, ലൂഫി ഉണ്ടാക്കുന്ന ഒരു ക്രൂ ഒക്കെ ഉണ്ട് ലൂഫിക്ക് വേണ്ടിയിട്ട്. ആ ക്രൂ 10 പേരടങ്ങുന്ന ഒരു ക്രൂ ആണ്. അതിലിപ്പോൾ പറയുകയാണെങ്കിൽ ലൂഫി ഉണ്ട്, സോറോ ഉണ്ട്, സാഞ്ചി ഉണ്ട്, ജീംബ ഉണ്ട്, റോബിൻ ഉണ്ട്, ഫ്രാങ്കി ഉണ്ട്, ഉസോപ്പ് ഉണ്ട്, നാമി ഉണ്ട്, ചോപ്പർ ഉണ്ട്, ബ്രൂക്ക് ഉണ്ട്. ഈ 10 പേരടങ്ങുന്ന ഗ്രൂപ്പാണ്. ഇവരുടെ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓരോ ആർക്ക് വരുമ്പോൾ ഇവർക്കുള്ള അപ്ലിഫ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. അതായത് 800 ആർക്ക് കഴിയണം അപ്ലിഫ്റ്റ്മെൻറ്റുള്ള ആർക്കുകൾ തുടങ്ങാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ. പക്ഷേ നമ്മൾ അത്രയും സാറ്റിസ്ഫൈഡ് ആയിരിക്കുന്ന ആർക്കുകളൊക്കെ തന്നെയാണ്. ഈ ഫസ്റ്റ് 200-300 എപ്പിസോഡ് എത്തുമ്പോഴാണ് ഫസ്റ്റ് തീ കൊളുത്തുന്നത്. അപ്പോൾ അതിന് മുമ്പ് നാമീനെ രക്ഷിക്കാൻ പോകുന്ന ഒരു എപ്പിസോഡൊക്കെ ഉണ്ട്, ആർക്കൊക്കെ ഉണ്ട്. അതൊക്കെ സീനാട്ടോ. അതിലാണ് നമുക്ക് ശരിക്കും സാറ്റിസ്ഫൈഡ് ആവും. ഇങ്ങനെ കുറച്ച് ലാഗ് ഉണ്ട്. അതായത് 1122 എപ്പിസോഡ് എന്ന് പറയുമ്പോൾ ഇത്രയും നമുക്ക് ലാഗില്ലാണ്ട് കാണാൻ പറ്റില്ല. അപ്പോൾ ഫില്ലറുകൾ ഒഴിവാക്കി കാണാൻ മതി. ലാഗുള്ളത് നമ്മൾ പക്ഷേ വെറുത്ത് വാച്ചിങ് ആയിരിക്കും. ഇപ്പോൾ വാനോർക്കൊക്കെ എത്തിക്കഴിയുമ്പോഴല്ലോ നമ്മൾ എന്തൊക്കെയോ നേടിയെന്നുള്ളൊരു നമുക്ക് എന്താടാ ഇത് എന്തൊക്കെയാണ് നടക്കണേ, ആ ഒരു ലെവലിൽ നമ്മളിങ്ങനെ ആലോചിച്ചിരിക്കുന്ന അവസ്ഥയായിരിക്കും. അത്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പൊളിയായിരിക്കും. ലൂഫി 5th ഗിയർ അൺലോക്ക് ചെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും ഉണ്ടോ എന്നറിയില്ല. ഇല്ലാതാണ് നമ്മളുടെ അറിവിൽ, നമ്മൾ ഇല്ലാന്ന് തന്നെയാണ് ലവേഴ്സിനും റീഡേഴ്സ് മാങ്ക വായിക്കുന്നവർക്കൊക്കെ അറിവിൽ ഇപ്പോൾ പറയണതൊക്കെ തന്നെ. അപ്പോൾ പിന്നെ ഇനി മാങ്ക വായിക്കുന്നവരാണെങ്കിൽ കൂടുതലായിട്ട് നമുക്ക് അറിയാൻ പറ്റുമായിരിക്കും ചിലപ്പോൾ. അങ്ങനെ ഈ വൺ പീസ് എന്ന് പറഞ്ഞ ആനിമെ ശരിക്കും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ എത്രത്തോളം നമ്മൾ കണക്റ്റഡ് ആവുന്ന ടൈപ്പ് ആയിരിക്കുന്നത്. കാരണം ഇതിൽ ആനീസ് ലോബി പറയുമ്പോൾ ഒരു ബോട്ട് കത്തിക്കുന്ന ഒരു സീനുണ്ട്. ബോട്ടിനപ്പോൾ അവർ പേഴ്സണലിഫൈ ചെയ്യാണ്. ബോട്ടിന് ഒരു ഹ്യൂമൻ ലൈഫ് പോലെ കൊടുക്കുകയാണ്. ഈ ബോട്ട് കത്തിക്കുമ്പോണ്ടല്ലോ, ഈ വൺ പീസ് തന്നെ ആനിമ ക്ലിക്കായിട്ടുള്ള, അതായത് കണക്റ്റഡ് ആയിട്ടുള്ളവർക്ക് മനസ്സിലാവും, കണ്ടവർക്കറിയാം ആ ബോട്ട് കത്തിക്കുമ്പോൾ ഉള്ള ആ വേദന എത്രത്തോളം. നമ്മൾ കാരണം എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നിട്ടുണ്ട് ഗൈസ്. അത് ഞാൻ എൻ്റെ റിവ്യൂ ആയിട്ടാണ് പറയണത്. എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നിട്ടുണ്ട്. എനിക്ക് അത്രയും എനിക്ക് ഫീലായി. അത്രയും ഞാനൊരു ആനിമൽ ലവറാണ്. എനിക്ക് അത്ര ഫീൽ ആവുകയും ചെയ്തു. കാരണം അങ്ങനെയാണ്. ആ ഒരു ബോട്ടിനെ വരെ നമ്മളുടെ ലൈഫായിട്ട് അത്രയും കണക്ട് ചെയ്യുന്ന ടൈപ്പാണ്. ഓടാന്ന് വെച്ചാൽ ഓടനെ കണ്ടു ഞാൻ കെട്ടിപ്പിടിച്ച് വാരിപ്പുണരും. ഇത്രയും നല്ലൊരു ആനിമ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്കറിയില്ല ഇതിൽ വൺ പീസ് എവിടെയാണ്, എത്ര കാലം ഉണ്ടെങ്കിൽ പോകുന്നത്. കാരണം ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ. ഈ 1222 എപ്പിസോഡ് ആയിട്ട് ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ കഥ. ഇനി ഇത് എന്തോളം പോകും നമുക്ക് പറയാൻ പറ്റൂല. പക്ഷെ സീനായിട്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ കാണുന്നവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത്രയും രസമാണ്. നമുക്ക് ഇങ്ങനെ ഇരുന്നു. പിന്നെ ലൂഫിയുടെ അച്ചീവ്മെന്റ്സ്, ലൂഫിയുടെ ക്യാരക്ടർ നല്ല നൈസാണ്. നമ്മൾ അത്രയും ഇഷ്ടപ്പെടുന്ന ക്യാരക്ടർ, അത്രയും ഫ്രീ സോളാണ്. അങ്ങനെ പിന്നെ ഇത് ഞാനിപ്പോൾ റിവ്യൂ പറഞ്ഞിട്ടുള്ളൂ. ഇനി വീഡിയോ വേണം, അതായത് കൂടുതൽ ഡിസ്ക്രൈബ്ഡ് വീഡിയോ വേണമെന്നുള്ളവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക, നമ്മൾ ചെയ്യുന്നതാണ്. പിന്നെ ഇനിയിപ്പോൾ വീഡിയോ ലൂഫി വൺ പീസ് കാണണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ നമ്മുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതുവരേക്കും സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്, ആ ബെല്ലൈക്കനൊക്കെ ഇട്ട് വെച്ചോ, നമുക്ക് ആവശ്യം വരുന്നേ. ഓക്കെ, അപ്പോൾ ബൈ.